അതിന്റെ ആവശ്യമൊന്നുമില്ല. എല്ലാം ഓരോ നിമിത്തങ്ങളല്ലേ. ദേവി, അനുഭവങ്ങളാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠപുസ്തകം. ചില സങ്കടങ്ങളും പ്രയാസങ്ങളും കാലം നമുക്ക് സമ്മാനിക്കുന്നത് നമ്മളെ തോൽപ്പിക്കാനല്ല, ഒരിക്കലും ഒരിടത്തും തോൽക്കാതിരിക്കാൻ വേണ്ടിയാണ്, ജീവിതത്തെ അടുത്തറിയാൻ വേണ്ടിയാണ്, ചുറ്റുമുള്ളവരെ മനസ്സിലാക്കാനും തിരിച്ചറിയാനും വേണ്ടിയാണ്. ഇതുവരെ കാഴ്ചക്കപ്പുറം നിന്ന ദേവി ഈ ലോകം മനസ്സിലാക്കിയത്. ഇനി നിറക്കാഴ്ചകളോടെ ഈ ലോകം മനസ്സിലാക്കുക. ഡോക്ടർ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? ഇനി അധികം സ്ട്രെയിൻ ചെയ്യാൻ പാടില്ലെന്ന്. അതെ ചേച്ചി, കുറച്ചു നേരം കൂടി വിശ്രമിക്ക്. ഒന്ന് മയങ്ങി എഴുന്നേക്കുമ്പോ ചേച്ചിക്ക് കാഴ്ചകൾ കുറച്ചുകൂടി വ്യക്തമാവും. How do you feel? എങ്ങനെയുണ്ട് ഇപ്പൊ? കണ്ണുള്ളപ്പോ അതിന്റെ വില അറിയില്ലെന്ന് പറഞ്ഞു കിട്ടിട്ടേ ഉള്ളൂ. അങ്ങനെ പറയുന്നത് എന്തിനാണെന്ന് ഇന്ന് ഡോക്ടർ എനിക്ക് മനസ്സിലായത്. ഓപ്പറേഷൻ കഴിഞ്ഞെന്ന് കരുതി അധികം സ്ട്രെയിൻ എടുക്കരുത്. പിന്നെ ഈ ഒരു എക്സൈറ്റ്മെന്റിൽ കാണാൻ ആഗ്രഹമുണ്ടായിരുന്ന പലതും കാണാൻ തോന്നിയെന്ന് വരും. TV, തിയേറ്ററിൽ പോയി സിനിമ കാണുക, അങ്ങനെ പലതും ഒരു 10 ദിവസത്തേക്കെങ്കിലും ഒഴിവാക്കണം. ഒരേ വസ്തുവിലേക്ക് തന്നെ കുറെ സമയം നോക്കിയിരുന്ന് കണ്ണിന് സ്ട്രെയിൻ കൊടുക്കരുത്. ഇല്ല ഡോക്ടർ, എല്ലാം ഡോക്ടർ പറയുന്നത് പോലെ തന്നെ ചെയ്തോളാം. ഇരുൾ നിറഞ്ഞ ജീവിതത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന ഡോക്ടറോട് എങ്ങനെ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ദൈവത്തിന് തുല്യമായ ഞാൻ ഡോക്ടറിനെ ഇപ്പൊ കാണുന്നത്. ഇതിനൊക്കെ ഞാനൊരു നിമിത്തമായെന്നേ ഉള്ളൂ. കാരണക്കാരൻ ഞാനല്ല, ദൈവതുല്യനായ ആളും ഞാനല്ല. നിങ്ങൾ നന്ദി പറയേണ്ടതും കടപ്പെട്ടിരിക്കേണ്ടതും രവിചന്ദ്രവർമ്മൻ എന്ന ആ വലിയ മനുഷ്യനോടാണ്. എന്ത് വില കൊടുത്തും എത്ര രൂപ ചെലവാക്കിയിട്ടും ദേവിക്ക് കാഴ്ച കിട്ടണമെന്ന് എന്നോട് പറഞ്ഞതും അദ്ദേഹമാണ്. ഈ കാലത്ത് ഇങ്ങനെയുള്ള മനുഷ്യർ അപൂർവമാണ്. എന്നെ അദ്ദേഹം ഏൽപ്പിച്ച ദൗത്യം ഞാൻ ചെയ്തേ ഉള്ളൂ. മനസ്സിലായി ഡോക്ടർ. സ്വന്തം ആവശ്യത്തിന് പോലും മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരുന്നതിന്റെ വേദന അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയൂ. അതിനെന്താ, ഇനി ആരുടെയും സഹായം ദേവിക്ക് ആവശ്യമില്ല. സന്തത സഹചാരിയായിരുന്ന ദേവിയുടെ ഊന്നുവടി എന്നേക്കുമായി നമ്മളങ്ങ് ഉപേക്ഷിക്കുകയാണ്. എന്താ, സന്തോഷമായില്ലേ? ചേട്ടൻ ഇവിടെ ഇരിക്കെ, ഞാൻ പോയി OP ടിക്കറ്റ് എടുത്തിട്ട് വരാം. ഡോക്ടർ OPയിൽ ഉണ്ടോന്ന് നോക്കാം. ശരി ശരി. ഇരിക്കെ. ചേട്ടാ, ഈ കാർഡിയോളജി ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്ന സ്ഥലം എവിടെയാ? ഈ ആശുപത്രിയിൽ ഇത്രയും കാഴ്ചയുള്ളവരുണ്ടായിട്ടും കണ്ണുമുട്ടനായി എന്നെ നീ കണ്ടുള്ളൂ അല്ലേ? ഇതേ ഒരു ഗമയ്ക്ക് വെച്ചിരിക്കുന്നതല്ല. സോറി ചേട്ടാ, പൊട്ടക്കണ്ണനാണെന്ന് കണ്ടാ പറയില്ല. പൊട്ടക്കണ്ണ നിന്റെ പോയ
ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞതാ അത് ആരുടെ കയ്യിലും കൊടുക്കരുതെന്ന്. അതിന് ഞാൻ ആ ബാഗ് രവിസാറിന്റെ കയ്യിൽ കൊടുത്തല്ലേ ഉള്ളൂ. ആരുടെ കയ്യിൽ കൊടുത്താലും ഇപ്പൊ അത് കാണുന്നില്ലല്ലോ. അല്ല, ശരിക്കും എന്തായിരുന്നു അതിന്റെ അകത്ത്? ചേച്ചിക്ക് എന്താ ഒരു ടെൻഷൻ? അതിന്റെ അകത്ത് വിലപിടിപ്പുള്ള ഒന്നുമില്ലല്ലോ. ആണ്, എനിക്ക് നിനക്ക് മാത്രം അനുഭവിക്കാനുള്ള ഒന്ന്. അത്രയ്ക്ക് വിലപിടിപ്പുള്ള ഒന്നാണത്. അതൊന്നും പറഞ്ഞ ഇപ്പൊ നിനക്ക് മനസ്സിലാവില്ല. എന്റെ ഈശ്വര, ആശുപത്രിയിൽ ചെല്ലുമ്പോ അത് കിട്ടിയാ മതിയായിരുന്നു. ചേട്ടാ വരും. ടോക്കൺ നമ്പർ 15. ആ. ചേട്ടാ വാ, അടുത്ത് വിളിക്കാൻ പോകുന്നത് നമ്മുടെ നമ്പറാ. പപ്പി ഒരു മിനിറ്റ്. ദാ, ഈ ബാഗിലൊരു വളയുണ്ട്. അത് സ്വർണം തന്നെയല്ലേന്നൊന്ന് നോക്കിക്കേ. ആ അത് എന്റേത് തന്നെയാ. ചേട്ടന്റെയോ? ചേട്ടൻ എവിടുന്ന ഈ സ്വർണ്ണവള? അത് എനിക്ക് പൈസ തരാനുള്ള ഒരുത്തൻ ഇപ്പൊ കൊണ്ട് തന്നതാ. പൈസ ആയിട്ടില്ല, ഈ വള വിറ്റ് പൈസ എടുത്തോളാൻ പറഞ്ഞു. ഓ, അപ്പോ അത് സ്വർണ്ണമാണോന്ന് അറിയാനാ നിന്നോട് നോക്കാൻ പറഞ്ഞത്. സ്വർണം തന്നെയാ. ചേട്ടൻ വാ, ഡോക്ടറെ കാണാം. എന്ത് കാര്യത്തിനും ഞങ്ങളുണ്ടെന്ന് സാറ് പറഞ്ഞതല്ലേ? ആ ബാഗ് കിട്ടാതെ എനിക്ക് ഒരു സമാധാനവും ഇല്ല. അത് നമുക്ക് എങ്ങനെയും കണ്ടുപിടിക്കാം. ചേച്ചി ആദ്യം വീട്ടിൽ പോവാൻ നോക്ക്. ഇല്ല, അതില്ലാതെ ഞാൻ പോവില്ല. രവി സാറിന് ഈ ആശുപത്രിയിലെ ഓണറിനെ പരിചയമുണ്ടെന്നല്ലേ പറഞ്ഞത്? അവരോടൊന്ന് സംസാരിച്ചു നോക്കാൻ പറയൂ. ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ? സാറിനോടൊന്ന് പറയോ നീ? ആ, ഞാൻ പറയാം. ഞങ്ങളിതാ വരുന്നു. വേഗം വാ, ഞങ്ങൾ ഇവിടെ നിൽക്കാം. രവിജി, ബാഗ് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വെച്ചിരുന്നെന്ന്. ചേച്ചി, നഷ്ടപ്പെട്ടത് നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണെങ്കിൽ വേറെ വാങ്ങാം. അങ്ങനെയുള്ള ഒന്നല്ല അത്. ആദ്യം അതിനുള്ളിൽ എന്താന്ന് ചേച്ചി പറയേ. അത് അത് നല്ല കനം. സ്വർണമായോണ്ട് നല്ല വില കിട്ടും. കാലി ചായ കുടിക്കാൻ പോലും പൈസ ഇല്ലാതിരുന്നപ്പോഴാ ഈശ്വരൻ കൊണ്ട് തന്നത്. എത്രയും പെട്ടെന്ന് ഇതിനെ കാശാക്കണം. ടാക്സി വിളിക്കാൻ പോയ പപ്പിയും കാണുന്നില്ലല്ലോ.
പെൺമണി, നീ ഒന്നുകൂടി ഒന്ന് ഓർത്തു നോക്ക്. ഇവിടെ തന്നെയാണോ നീ ബാഗ് കൊണ്ടുവച്ചത്? സത്യം ചേച്ചി, ഞാൻ എന്തിനാ കള്ളം പറയുന്നേ? അച്ഛനും കൊണ്ടുവന്നപ്പോ ഞാൻ ഇവിടെ തന്നെയാ ബാഗ് വെച്ചത്. എക്സ്ക്യൂസ് മീ, സർ, ഇവിടുത്തെ മാനേജ്മെന്റിലെ ഏതെങ്കിലും ഒരാളെ വിളിക്കാവോ? PR ആയാലും മതി. ശരി സർ. സോറി ഏട്ടാ, ഇത് ഒറിജിനൽ സ്വർണ്ണമല്ല. കണ്ടാൽ സ്വർണ്ണമെന്ന് തോന്നിക്കുകയും എന്നാൽ സ്വർണത്തെക്കാൾ മൂല്യം തോന്നിക്കുന്ന 1 ഗ്രാം ഗോൾഡാ ഇത്. 1 ഗ്രാം ഗോൾഡോ? അതെ. പക്ഷെ ഒറ്റ നോട്ടത്തിൽ സ്വർണ്ണമാണെന്നേ പറയും. ഞങ്ങളെ വിശ്വാസം വരുന്നില്ലെങ്കിൽ ചേട്ടൻ വേറെ എവിടെയെങ്കിലും കൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോ. വിശ്വാസം തന്നെ അനിയ. അപ്പൊ ചുമ്മാതല്ല ആശുപത്രി വരാന്തേ കളഞ്ഞിട്ട് പോയത്. ഓ, സത്യം പറഞ്ഞ പോലീസിനെ വിളിക്കേണ്ട കേസാ. പിന്നെ കാഴ്ചയില്ലാത്തതിന്റെ ഒക്കെ പേരില് ഞങ്ങളത് ചെയ്യുന്നില്ല. അയ്യോ അനിയ, പോലീസിനെ ഒന്നും വിളിക്കണ്ട. വെറുതെ എന്തിനാ അവരെ ബുദ്ധിമുട്ടിക്കുന്നത്? ഇനി എന്ത് ചെയ്യും? ചേട്ടൻ ഒരു കാര്യം ചെയ്യും, ഇത് ആശുപത്രിയിൽ നിന്ന് കിട്ടിയെന്നല്ലേ പറഞ്ഞേ, ഇത് അവിടെ തന്നെ തിരിച്ചേൽപ്പിക്കും. അപ്പൊ ശരിയായ ഉടമസ്ഥന് എന്നെ ഇത് കിട്ടും. ഓ അങ്ങനെ. ആശുപത്രിയിൽ നിന്നും കളഞ്ഞു കിട്ടിയ വള സ്വർണമാണെന്ന് കരുതി അന്ധനായ യുവാവ് ഉടമസ്ഥനെ തിരിച്ചേൽപ്പിച്ചു എന്ന അടിക്കുറിപ്പോടെ ഒരു വാർത്തയും വരും അല്ലേ? പിന്നെ ഉറപ്പായും വരും. എങ്കിൽ പിന്നെ അത് തന്നെ ചെയ്യാം. പണമോ ഇല്ല, പ്രശസ്തിയെങ്കിലും കിട്ടിക്കോട്ടെ. എന്നെ ഒന്ന് പിടിച്ച കാറിന്റെ അവിടം വരെ ഒന്ന് കൊണ്ടുവിടാമോ? തന്നെ ഈ പരിസരത്ത് കണ്ട കൈയും കാലും തല്ലി ഓടിക്കാനാ രാജാറാം സാറിന്റെ ഓർഡർ. അതുകൊണ്ട് താൻ പോവാൻ നോക്ക്. ഞാൻ പോയില്ല, എനിക്ക് അകത്ത് പോയേ പറ്റൂ. എന്താ അവിടെ? അത് ഗായത്രി അമ്മയുടെ ശബ്ദമാണല്ലോ. ഗായത്രി അമ്മേ, എന്നെ ഒന്ന് അകത്തേക്ക് കയറ്റിവിടാൻ പറഞ്ഞേ. എന്തിനാ? എനിക്ക് എല്ലാവരോടും വലിയൊരു കാര്യം പറയാനുണ്ട്. അയ്യോ, വേറൊന്നും വിചാരിക്കണ്ട, നിങ്ങൾക്ക് ദ്രോഹം വരുന്ന ഒന്നുമല്ല. പ്ലീസ് ഗായത്രി അമ്മേ. അയാളെ ഇങ്ങ് വിട്ടേക്ക്. ചെല്ല്. എങ്ങോട്ട് ചെല്ലാൻ? കാഴ്ചയില്ലാത്ത ഞാൻ എങ്ങോട്ട് പോവാനാ? എന്നെ ഒന്ന് അകത്തേക്ക് കൊണ്ട് നിർത്ത് സഹോദര. സത്യം പറയാലോ, എല്ലാ തരത്തിലും നിങ്ങൾ ഒരു ശല്യമാണ്. വാ നടക്ക്. പറ, എന്താ ത്രിവിക്രമന് പറയാനുള്ള വലിയ കാര്യം? പറയാനുള്ളത് 2 അക്ഷരമുള്ള ചെറിയൊരു വാക്കാണ്, പക്ഷേ അതിൽ വലിയ അർത്ഥങ്ങളുണ്ട്. വിശദീകരണം ഒന്നും വേണ്ട. ത്രിവിക്രമൻ പറയാനുള്ളത് പറഞ്ഞിട്ട് പോകാൻ നോക്ക്. മാപ്പ്. എനിക്ക് മാപ്പ് തരണം. രവി സാറിനോടും ശ്രീലക്ഷ്മി മോളോടും എല്ലാവരോടും ചെയ്ത തെറ്റിന് മാപ്പ് പറയാനാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. താൻ മാപ്പ് പറയേണ്ടവരും തന്നോട് ക്ഷമിക്കേണ്ടവരും ഇപ്പൊ ഇവിടെ ഇല്ല.
അവരുള്ളപ്പോ വന്നാ മതി. ഇപ്പൊ പൊയ്ക്കോളൂ. എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ ഗായത്രി അമ്മയോട് പറയാം. രവി സാറ് ശ്രീലക്ഷ്മി മോളും വരുമ്പോ ഗായത്രി അമ്മ അവരോട് ഞാൻ പറഞ്ഞതായി പറഞ്ഞാ മതി. അങ്ങനെ താൻ മാപ്പ് പറയാനാണ് വന്നതെങ്കിൽ താൻ ആദ്യം മാപ്പ് പറയേണ്ടത് ഏട്ടത്തിയുടെ അച്ഛനോടും അമ്മയോടുമാണ്. താൻ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചതും വിഷമിപ്പിച്ചതും അവരെയാ. അറിയാം രഘു സാറേ, സുദർശനോടും സരോജത്തോടും ഞാൻ കാല് പിടിച്ച് മാപ്പ് പറയാൻ തയ്യാറാ. പക്ഷെ ആര് ക്ഷമിച്ചാലും രവി സാറെ ക്ഷമിച്ചില്ലെങ്കിൽ വെള്ളം കൂടി മുട്ടിപ്പോകും. ഇവിടുത്തെ എവിടേക്ക് ഈ രാത്രിയില്? അവൾ എവിടേക്കോ പോട്ടെ, അമ്മയ്ക്ക് എന്താ? എങ്കിലും അതൊന്നും അറിയണല്ലോ. അമ്മ ഇത് എവിടേക്കാ പോണേ? അവൾ എവിടേക്കാ പോകുന്നതെന്നൊന്ന് അറിയാൻ. എന്റെ പൊന്നമ്മേ, അവൾ എവിടെ പോയതായാലും പൊയ്ക്കോട്ടെ. അവള് പോകുന്ന വഴിയില് ഇടയ്ക്ക് കയറാത്തതാ നമുക്ക് നല്ലത്. പ്രത്യേകിച്ചും രാത്രിയിലും. രാത്രിയിൽ അവളെ ഫോളോ ചെയ്യുന്നത് ഭയങ്കര അപകടം. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കാര്യം നോക്കി മര്യാദയ്ക്ക് കിടന്നുറങ്ങാം. അമ്മ വന്നേ, വാ ഇങ്ങോട്ട്.
സർ. ഇന്നലെ രാത്രി ശ്രീലക്ഷ്മി എവിടെ പോയതായിരുന്നു? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ താൻ എവിടേക്കാ പോയത്? അത് സർ, ഞാനൊരു ആവശ്യത്തിന് 11 മണി മുതൽ 5 മണി വരെ ഈ വീടിന് പുറത്ത് തനിക്ക് എന്താണ് ആവശ്യം? താൻ ഇവിടെ വന്നത് ഞാൻ തരുന്ന കാശിന് എന്റെ ഭാര്യയായിട്ട് അഭിനയിക്കാനാണ്. അപ്പോ തന്റെ മേലിൽ എനിക്ക് ഉത്തരവാദിത്വമുണ്ട്, അവകാശമുണ്ട്. കുറെ സമ്മാനങ്ങൾ തനിക്ക് തന്നിട്ടുണ്ടെങ്കിലും ഇത് അതിൽ നിന്നൊക്കെ പ്രിയപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ യാത്ര വെറും ഒരു യാത്രയായിട്ടല്ല ഞാൻ കാണുന്നത്. രവിയുടെയും ശ്രീയുടെയും ഉയർത്തെഴുന്നേൽപ്പിന്റെ അടയാളം കൂടിയ ഈ വള. താൻ പേടിക്കുന്ന പോലെ ഈ യാത്രയിൽ എനിക്കോ തനിക്കോ വല്ലതും പറ്റിയാൽ എനിക്ക് തന്നെ ഓർക്കാനും തനിക്ക് എന്നെ ഓർക്കാനും പൂർണ്ണചന്ദ്രനെ സാക്ഷി നിർത്തി രവി ശ്രീലക്ഷ്മിക്ക് തരുന്ന സമ്മാനം. എപ്പോഴായാലും നീയും ഞാനും തമ്മിൽ വേർപ്പെടുന്നത് വരെ ഇത് താൻ സൂക്ഷിക്കണം. ഞാൻ അത്ര ഇഷ്ടപ്പെട്ടു തരുന്നതാ. മനസ്സിലായി സർ. നേരത്തെയുള്ള പേടിയൊന്നും ഇപ്പൊ എനിക്കില്ല. ഇത് സാറ് കയ്യിലേക്ക് കിട്ടുന്ന നിമിഷം മുതല് എന്തോ ഒരു ധൈര്യം പോലെ. ഇതെപ്പോഴും ഞാൻ അറിഞ്ഞില്ലെങ്കിലും സദാസമയം എന്നോടൊപ്പം ഉണ്ടാവും. സാറിനെ ഇഷ്ടപ്പെടുന്ന അത്രയും ഇപ്പോ ഞാനിതിനെ ഇഷ്ടപ്പെടുന്നു. ഐ ലവ് യു സർ. I love you, sir. എനിക്ക് തന്നെ ഓർക്കാനും തനിക്ക് എന്നെ ഓർക്കാനും പൂർണ്ണചന്ദ്രനെ സാക്ഷി നിർത്തി രവി ശ്രീലക്ഷ്മിക്ക് തരുന്ന സമ്മാനം. എപ്പോഴായാലും നീയും ഞാനും തമ്മിൽ വേർപ്പെടുന്നത് വരെ ഇത് താൻ സൂക്ഷിക്കണം. ഇത് എന്താണെന്നാണോ സാർ ആലോചിക്കുന്നത്? ഇത് സർ, ഇതാണ് ത്രിവിക്രമൻ മാപ്പ് പറഞ്ഞിട്ട് നമുക്ക് സമ്മാനമായിട്ട് തന്നിട്ട് പോയ ഗിഫ്റ്റ്. ഞാനിത് ഇവിടെ കൊണ്ടുവന്ന് വെക്കാന്ന് കരുതി. കള്ളം. ഇത്
ഞാൻ ശ്രീലക്ഷ്മിക്ക് കൊടുത്ത എന്റെ പ്രണയത്തിന്റെ അടയാളം. ശ്രീലക്ഷ്മി എന്നെയും എന്റെ പ്രണയത്തെയും പോലെ ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല എന്ന് പറഞ്ഞ സമ്മാനം. ശ്രീലക്ഷ്മിയോടൊപ്പം നഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതിയ ഈ നിധി തനിക്കവിടെ ചേട്ടാ 2 കരിക്ക്. ഇതിന് സ്ട്രോ ഇല്ലേ? ആ കുഴലൊന്നും വേണ്ട സർ. ദേ ഇങ്ങനെ കുടിച്ചാ മതി. സ്ട്രോ വേണ്ട സർ. ദേ ഇങ്ങനെ കുടിച്ചാ മതി. സാറിന് അറിയില്ല ഇത് കുടിക്കാൻ? ദേ ഇങ്ങനെ കുടിച്ചാ മതി. അയ്യോ എന്താ ശിവപ്രസാദ്? മാഡം അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഈശ്വരി അമ്മ. സാറും ശ്രീലക്ഷ്മിയും വന്ന് യാത്ര തിരിക്കാൻ കാരണം ഈ ഈശ്വരി അമ്മയല്ലേ? ഇവിടെ പലരും പഴയ കഥകൾ പറയുമ്പോ അതിൽ നിന്നും മാറ്റി നിർത്താൻ പറ്റാത്ത കഥാപാത്രല്ലേ? അങ്ങനെ ഒരു ഉദ്ദേശം വെച്ച് പറഞ്ഞതാ ഞാൻ. ഉദ്ദേശം ശരിയാ. ശ്രീലക്ഷ്മി എന്ന അനുഗ്രഹം വാങ്ങിച്ചിട്ട് വന്നോളൂ. ഞാൻ പോയിട്ട്. ശ്രീലക്ഷ്മിയുടെ വീട്ടുകാർക്കും ശ്രീലക്ഷ്മിക്കും ഒക്കെ നല്ല ബന്ധമുള്ളതാ ഈശ്വരിയമ്മ. താൻ പോയി അനുഗ്രഹം വാങ്ങിയ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. വരുന്ന അമാവാസി നാളു മുതൽ അവൾക്ക് കാരാഗ്രഹവാസം നിശ്ചയം. എന്നാലും
ജീവഭീതി ഉണ്ടാക്കും വിധം ആക്രമണമുണ്ടാകാൻ സാധ്യതയുണ്ട്. നേരിട്ട് ചെയ്യാൻ പറ്റാത്തത് പലതും മറ്റ് കൈകളിലൂടെ എന്ന സമ്പ്രദായം ഇവിടെയുമുണ്ടാകും. പക്ഷേ അതിൽ നിന്നല്ല രക്ഷിക്കുന്നത് അളവില്ലാത്ത നിങ്ങളുടെ രണ്ടാളുടെയും പരസ്പര വിശ്വാസം, സ്നേഹം. ഒന്നില്ലെങ്കിൽ മറ്റൊന്നില്ല എന്ന തിരിച്ചറിവിലുണ്ടാകുന്ന മനസ്സെരിഞ്ഞുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥനയും നിങ്ങളുടെ വിശ്വാസവും നിങ്ങളെ ഒരിക്കലും രണ്ടാക്കില്ല ശ്രീലക്ഷ്മി. സാർ എന്താ ഈ പറയുന്നേ? അതെങ്ങനെ ശരിയാവും? സത്യമാണ് രാജാറാം സാർ ഞാൻ പറഞ്ഞത്. അന്ന് സാറിന്റെ ഓഫീസിൽ വെച്ച് നോക്കിയപ്പോ 95% ഈ ഫിംഗർ പ്രിന്റ്സ് മാച്ചിങ് ആയിരുന്നു. അത് 100% ഉറപ്പുവരുത്താനാ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പക്ഷെ ഇവിടെ വന്ന് അടുത്ത ദിവസം ടെസ്റ്റ് ചെയ്തപ്പോ 1% പോലും മാച്ചിങ് ആവുന്നില്ല. ഇതിനിടയിൽ എന്ത് മായജലം നടക്കാനാണ് സാർ? ആദ്യം എനിക്ക് മനസ്സിലായില്ല രാജാറാം സാർ. പക്ഷേ ഒരു മായാജാലം നടന്നിട്ടുണ്ട്. ആ ഫിംഗർ പ്രിന്റ് എന്റെ ടേബിളിലെത്തി മണിക്കൂറുകൾക്കകമാണ് അത് സംഭവിച്ചത്. ഇതവള രാഗസുധ. ഭദ്രേ നാരായണ, അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ. ഹലോ രാജാറാം. രവി, നീ എവിടെയാ? എന്താ രാജാറാം? നീ കാര്യം പറ രാജാറാം. രവി, പക്ഷെ അതിനേക്കാൾ വലിയ പ്രശ്നം വേറെയാ. വലിയൊരു ചോദ്യത്തിന് ഉത്തരം കിട്ടാന് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്. എന്നിട്ടും ഇപ്പോഴും ആ ചോദ്യം അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. ഇത് ശ്രീലക്ഷ്മിയാണോ കൺമണിയാണോ എന്നുള്ളത്. ആ വലിയ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ പല ആവർത്തി നിന്നോട് പറഞ്ഞു കഴിഞ്ഞു. വലിയ കാര്യം തന്നെ പലവട്ടം പറയുന്നത് ശരി. പറയുന്ന ആളിനും കേൾക്കുന്ന ആളിനും ബോറടിക്കാതിരിക്കാൻ ഇനി ഇതിനെക്കുറിച്ചൊരു ഡിസ്കഷൻ ഇല്ല. പ്രത്യേകിച്ചും നമ്മൾ തമ്മിൽ.
നോക്ക് രാജാറാം, ഈ ലോകത്ത് ശ്രീലക്ഷ്മി എന്ന പെൺകുട്ടിയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളെന്ന നിലയിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അത് എൻ്റെ ശ്രീലക്ഷ്മി തന്നെയാണ്. എന്നെയും അവളെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ, അതിൽ പലതും ഇപ്പോഴും ഞങ്ങൾ തമ്മിലുണ്ട്. അഗാധമായ പ്രണയത്തിൽ പലപ്പോഴും നെഞ്ചുപിടയുന്ന വേദനകൾ കടന്നു വരാറുണ്ട്. പ്രണയിക്കുന്നവർക്ക് വേദനിപ്പിക്കാനുള്ള അവകാശം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹലോ, എന്തോ വലിയ ആലോചനയിലാണെന്ന് തോന്നുന്നു. ഒന്നുമില്ല സർ. എങ്കിൽ തനിക്ക് ആലോചിക്കാനുള്ളൊരു സംഭവം ഞാൻ പറയാം. രാജാറാം പരീക്ഷണാർത്ഥത്തിൽ നടത്തിയ ഫിംഗർ പ്രിന്റ് മാച്ചിങ്ങിന്റെ റിസൾട്ട് വന്നു. റിസൾട്ട് വേണ്ട സർ, പറയണമെന്നില്ല. എനിക്കറിയാം അതിന്റെ റിസൾട്ട് എന്താണെന്ന്. ശ്രീലക്ഷ്മിയും കൺമണിയും തമ്മിൽ ഒരു ബന്ധവും ഇല്ലെന്നല്ലേ? അങ്ങനെയല്ല ശ്രീലക്ഷ്മി, സത്യം എന്താന്ന് വെച്ചാ. സർ പ്ലീസ്, ഈ ഒരു വിഷയത്തില് സത്യമേത് അസത്യമേത് എന്നുള്ളത് ഒരു മിഥ്യയായി തന്നെ തുടരും. കാരണം ഞാനിവിടെ ഉള്ളിടത്തോളം കാലം ആരുടെയും സംശയം മാറില്ലെന്ന് എനിക്കറിയാം. ഞാൻ ശ്രീലക്ഷ്മിയല്ല കൺമണിയാണെന്ന് എനിക്കറിയാം. നിങ്ങളെല്ലാരും എന്നിൽ അന്വേഷിക്കുന്നത് ഞാനുമായി ഒരു ബന്ധവും ഇല്ലാത്ത ഒരാളെയാണെന്ന് എത്രയോ വട്ടം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി എത്ര അന്വേഷിച്ചാലും അവസാനം എത്തി നിൽക്കുന്നത് കൺമണിയിൽ തന്നെ ആവുകയും ചെയ്യും. ഞാൻ ചെയ്യുന്നതും പറയുന്നതൊക്കെ ചിലപ്പോ നിങ്ങളിലൊക്കെ ശ്രീലക്ഷ്മിയെ ഓർമ്മിപ്പിച്ചേക്കാം. അതിനർത്ഥം ഞാൻ ശ്രീലക്ഷ്മി ആണെന്നല്ല. സാർ എന്നെ ഏൽപ്പിച്ച ജോലി കൃത്യമായി ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാകുന്നൊരു തോന്നല. വേണമെങ്കിൽ എനിക്ക് ഈ ഒരു സാഹചര്യത്തില് ഞാൻ ശ്രീലക്ഷ്മിയാണെന്ന് പറയാം. എല്ലാരും വിശ്വസിക്കും, സാർ ഉൾപ്പെടെ. അങ്ങനെ എനിക്ക് കുറെ പൈസയും തട്ടിയെടുക്കാനാവും. പക്ഷെ ഞാനതൊരിക്കലും ചെയ്യില്ല സർ. കാരണം നമ്മളെ തമ്മിലുണ്ടായിരുന്ന നിബന്ധനകളിൽ ഒരു കുറവും വരുത്താതെ സാറിന്റെ ഭാഗം കൃത്യമായി നിറവേറ്റിയ ആളാണ്. അതിലൂടെ എനിക്കും എന്റെ ചേച്ചിക്കും കിട്ടിയത് പുതിയൊരു ലോകവും ജീവിതവുമാണ്. അങ്ങനെയുള്ള സാറിനെ പറ്റിക്കാൻ എനിക്ക് വയ്യ. എങ്കിലും നിങ്ങളുടെ അന്വേഷണം നിർത്താൻ ഞാൻ പറയുന്നില്ല. ശരിക്കും പണ്ടെന്നോ പഠിച്ചൊരു കാര്യമാ എനിക്കിപ്പോ ഓർമ്മ വരുന്നത്. മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ അത് താനല്ലയോ ഇത് എന്ന് വർണ്ണ്യത്തിൽ ആശങ്ക, ഉൽപ്രേക്ഷ്യാലങ്കൃതി. ഇതിൽ നിന്നും നിനക്ക് എന്തു മനസ്സിലായി? എന്നെപ്പോലൊരുവൾ കയറി വട്ടം നിന്നാൽ തീരും അഭിനയവും ഒളിവും മറവും ഒക്കെ. നിന്നെ ആദ്യമായി കണ്ടപ്പോ തന്നെ ഒരു റോങ് സിഗ്നൽ എനിക്ക് കിട്ടിയിരുന്നു. ഇതുപോലെ ഒരു ദിവസം ഉണ്ടാവുമെന്നും എനിക്ക് പിന്നീട് തോന്നി. ഇതിപ്പോ സാറും ശ്രീലക്ഷ്മി മേഡവും അല്ല, ഇതിപ്പോ സാറും കൺമണിയും ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. എനിക്കറിയാം
ഈ 2 ചോദ്യങ്ങൾക്കും സാറിന്റെ കയ്യിൽ ഉത്തരവില്ലാന്ന്. അതുകൊണ്ടാണല്ലോ കൺമണി ഇവിടേക്ക് വന്നത്. എന്തായാലും സാറിന്റെയും കൺമണിയുടെയും പ്ലാൻ എന്താണെന്ന് എനിക്കറിയില്ല. അതെന്തായാലും അങ്ങനെ കിടക്കയിൽ തന്റെ മകളെ അവസാനമായി ഒന്ന് കാണാൻ കാത്തിരിക്കുന്ന ഒരച്ഛനുണ്ട് നാട്ടിൽ. ഞാൻ ശ്രീലക്ഷ്മിയുടെ അച്ഛന് വാക്ക് കൊടുത്തത് ശ്രീലക്ഷ്മിയെ മുന്നിൽ കൊണ്ടുപോയി നിർത്തി തരുമെന്ന്. 2 മാസം, 2 മാസത്തേക്ക് കൺമണി എന്നോടൊപ്പം വരണം. ആരെയും പറ്റിക്കാൻ നമ്മുടെ ചേച്ചിയുടെ ഓപ്പറേഷന് പൈസ തരാന്ന് പറഞ്ഞില്ലേ, അത് കിട്ടുമോന്ന്? പൈസ തന്നാൽ നിങ്ങൾ വെച്ച കാര്യത്തിന് ഞാൻ സമ്മതിക്കാം. സമ്മതിച്ചു. വേറൊന്നും കൊണ്ടല്ല, ഒരു നേരത്തെ ചിന്തയ്ക്ക് അവൾ ആരോടും പറയാതെ തിരികെ പോയാൽ ഇനി ചിലപ്പോ ഇങ്ങോട്ട് കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞെന്ന് വരില്ല. മനസ്സിലായി സാർ. സാറിന് അങ്ങനെ ഒരു ഉറപ്പുള്ളത് കൊണ്ട് ഞാനും ഒന്ന് ശ്രമിക്കാം. പക്ഷേ ആ ശ്രമത്തിനൊടുവിൽ ഇത് കൺമണിയാണെന്ന് മനസ്സിലായാൽ സാർ എന്താ ചെയ്യാൻ പോകുന്നത്? അതിപ്പോഴും ഞാനത്ര ആലോചിച്ചിട്ടും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ്. അങ്ങനെയെങ്കിൽ സാറിന്റെ ഇപ്പോഴുള്ള വിശ്വാസത്തെ മുറുകെ പിടിച്ച് മനക്കോട്ട കെട്ടരുതെന്നേ ഞാൻ പറയൂ. കാരണം ഇനി ഒരിക്കലും ഓർമ്മ കിട്ടിയില്ലെങ്കിലും അവസ്ഥ ഒന്നു തന്നെയാ. അവസാനം എല്ലാം കലങ്ങി തെളിയുമ്പോ ചീട്ട് കൊട്ടാരം പോലെ സാറിന്റെ വിശ്വാസങ്ങൾ തകർന്നടിഞ്ഞാൽ അതിനിടയിൽ കിടന്ന് ശ്വാസം കിട്ടാതെ വരരുത്. മുഴുവനായും ഹൃദയമർപ്പിച്ച് ഒരു പ്രണയം ഇപ്പോഴുള്ള ആളോട് വേണ്ട. ശ്രീലക്ഷ്മി മാഡം ഇരുന്ന സ്ഥാനത്ത് വേറൊരാളെ പ്രതിഷ്ഠിക്കണ്ട. മരണപ്പെടുന്നതിനേക്കാൾ വേദന കയ്യെത്തും ദൂരെ അകന്നു നിൽക്കുന്നതാണ് സർ.
അങ്ങനെ അബദ്ധം പറ്റി വന്നതല്ല ഞാൻ ഈ നാട്ടിലേക്ക്. ഞാൻ ശരിക്കും സുദർശന്റെയും സരോജത്തിന്റെയും മകൾ ശ്രീലക്ഷ്മി. അതിനുള്ള സമയമായിട്ടല്ല ചേച്ചി. ശ്രീലക്ഷ്മിയെ കൊണ്ട് പറ്റാത്ത പല കാര്യങ്ങളും കൺമണിയെ കൊണ്ട് പറ്റും. പക്ഷേ ഇതിന്റെ എല്ലാം അവസാനം എന്റെ ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും സുരക്ഷ ഉറപ്പുവരുത്തണം എനിക്ക്. എന്നിട്ട് വേണം രവി സാറിനോട് എല്ലാം തുറന്നു പറഞ്ഞ് മാപ്പ് ചോദിക്കാൻ. അതുവരെ ചേച്ചി ഇക്കാര്യം ആരോടും പറയരുത്. ഞാൻ എന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നവരെ എന്നോടൊപ്പം ഉണ്ടാകുകയും വേണം. ലക്ഷ്യം എന്താണെന്നൊന്നും എനിക്കറിയില്ല. നല്ലതിന് വേണ്ടിയാ ഇതൊക്കെ എന്നും മനസ്സിലായി. എല്ലാത്തിനും കൂടെ ഉണ്ടാവും. എന്റെ കൺമണിയുടെ അല്ല ശ്രീലക്ഷ്മിയുടെ എന്ത് കാര്യത്തിനും. ചേച്ചി എന്നെ കൺമണിന്ന് വിളിച്ചാ മതി. ഞാൻ ഇപ്പോഴും കൺമണി തന്നെയാ. ഞാൻ ആരാണ് എന്താണെന്നൊന്നും അറിയാതെ ഒരു ചേച്ചിയുടെ സ്നേഹം മുഴുവൻ എനിക്ക് തന്നില്ലേ? ഞാൻ എന്ത് നിനക്ക് തന്നു? നീയല്ലേ എനിക്കെല്ലാം തന്നത്. ചേച്ചിയുടെയും കണ്ണന്റെയും സ്നേഹത്തിന് മുന്നിൽ ഞാൻ എന്ത് തന്നാ മതിയാവും? രവിസാറിന്റെയും വീട്ടുകാരുടെയും മുന്നിൽ ഒഴികെ ബാക്കി എല്ലായിടത്തും ഞാൻ ചേച്ചിയുടെ അനിയത്തി കൺമണി തന്നെ ആയിരിക്കും. എന്നാ ഞാൻ അറിഞ്ഞട്ടെ ചേച്ചി, എന്ത് കാര്യം വന്നാലും കൺമണിയായി കണ്ടു തന്നെ എന്നെ വിളിക്കണം. അല്ല കണ്ണനോ? അവനെവിടെ? അവൻ അമ്പിളി ചേച്ചിയോടൊപ്പം പുറത്തു പോയേക്കോ. ശരി ചേച്ചി. പിന്നെ നീ അവളോട് മണ്ടത്തരം പറഞ്ഞ? അവള് പറഞ്ഞതല്ലേ ശരി. അവളുടെ കുഞ്ഞ് നിന്നെ പോലെ ഇരിക്കണമെന്ന് പറഞ്ഞ അതെങ്ങനെ ശരിയാവും? എന്റെ അമ്മ, ഞാൻ അതല്ല പറഞ്ഞത്, പണത്തിന്റെ കാര്യമാണ്. അത് ഞാൻ ആലോചിക്കാതില്ല. പിന്നെ എനിക്ക് തോന്നി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതെന്താ? അവള് പ്രസവത്തോടെ മരിക്കാൻ പോവല്ലേ. പ്രസവിക്കാത്ത നീ ഒരമ്മയാവുമ്പോ പ്രസവിച്ച അവള് ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. അമ്മയാവാൻ ഈശ്വരൻ നിനക്കൊരു ഭാഗ്യം തന്നപ്പോ മറ്റൊരമ്മയെ നമ്മൾ ബലി കൊടുക്കുന്നു. അത്രേ ഉള്ളൂ. അമ്മേ, അത് അപകടമല്ലേ? അപകടമാണ്. അവള് ജീവിച്ചിരുന്ന. പണത്തിന്റെ കാര്യം മാത്രമല്ല, ബന്ധത്തിന്റെ കാര്യം അങ്ങനെ തന്നെയാ. നീ വളർത്താൻ പോകുന്ന കുഞ്ഞിന് തട്ടത്തിൽ തങ്കം കൊണ്ട് തുലാഭാരം തൂക്കിയാലും താണിരിക്കുന്ന തട്ട് പെറ്റമ്മയുടെ തന്നെയാവും. പോറ്റമ്മയ്ക്കൊരിക്കലും പെറ്റമ്മയാവാൻ കഴിയില്ല. പക്ഷേ പെറ്റമ്മയ്ക്ക് കഴിയാത്തത് പലതും പോറ്റമ്മയ്ക്ക് കഴിയും. അതിന് പെറ്റമ്മ ഒരിക്കലും ഒരു തടസ്സാവരുത്, ഇല്ലാതാകണമെന്ന് മാത്രം. അവള് ജീവിച്ചിരിക്കുന്ന കാലം അത്രയും നീ ഭയപ്പെട്ട് ജീവിക്കേണ്ടി വരും. കുഞ്ഞൊന്ന് തല പൊങ്ങി വരുമ്പോ ആദ്യം അന്വേഷിക്കുന്നതും പ്രസവിച്ച തന്റെ അമ്മയെ തന്നെ ആയിരിക്കും. ഉപ്പോളം വരില്ല ഉപ്പിലിട്ടത് എന്ന തിരിച്ചറിവോടെ നിന്നെ നിഷ്പ്രയാസം കളഞ്ഞിട്ട് അവളെ തിരക്കി പോവാനും മതി.
ചെമ്പകമേട് തറവാട്ടിലെ നീലാംബരി എന്നൊരു പാവ സ്ത്രീയെ അങ്ങനെ അങ്ങ് മറക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? രാജരാജവർമ്മൻ എന്ന ഈ നാട്ടിലെ കോടീശ്വരനായ നിങ്ങളുടെ ഭർത്താവ് ഏകപത്നിയിൽ തൃപ്തനല്ലായിരുന്ന അയാൾ ഒരു ദിവസം നീലാംബരി അപ്രതീക്ഷിതമായി കണ്ടു. ഭാര്യയും മക്കളും ഉള്ള കാര്യം മറച്ചുവെച്ച് ആ സ്ത്രീയോട് അടുപ്പം കാണിച്ചു. അയാളുടെ അടുപ്പം ആത്മാർത്ഥമുള്ളതാണെന്ന് ആ പാവം വിശ്വസിച്ചു. പ്രമാണിയെ വിശ്വസിച്ച ആ സ്ത്രീക്ക് അയാൾ തിരികെ കൊടുത്തത് ഒരു കുഞ്ഞിനെ. ദൈവങ്ങൾ കുടികൊള്ളുന്ന തറവാടിന് ചീത്തപ്പേരുണ്ടാക്കിയെന്ന് പറഞ്ഞു അവരെ കാരണവരെല്ലാരും കൂടി നീലാംബരിയുടെ കയ്യിലിരുന്ന നിങ്ങളുടെ ഭർത്താവിന്റെ ചോരയിൽ പിറന്ന ആ കുട്ടിക്ക് എന്റെ മുഖച്ഛായ തന്നെയാണോന്ന്. അന്ന് ഞാൻ രാജനന്ദിയുടെ കൈപിടിച്ച് ആ വീടിന്റെ പടി ചവിട്ടിയപ്പോ നിങ്ങളുടെ മുഖത്ത് മിന്നി മറിഞ്ഞ ഭയം തന്നെയാണ് ഗായത്രി അമ്മേ ഇപ്പോഴും ഉള്ളത്. ഒടുവിൽ അബദ്ധമെന്ന് തോന്നിക്കുന്ന വിധം സ്വന്തം ഭർത്താവിൽ നിന്നും രാജനന്ദിനി എന്ന എന്റെ ചേച്ചിക്ക് മരണം, അപകട മരണം. സ്വന്തം ചേച്ചി മുന്നിൽ കിടന്ന് പിടഞ്ഞു മരിക്കുന്നത് കണ്ട് നിത്യരോഗിയായി മാറി നിങ്ങളുടെ ഇളയ മകൻ രഘുചന്ദ്രവർമ്മൻ. അബദ്ധമല്ല, കൈപ്പിടിയിൽ ഒതുങ്ങാത്ത സ്വത്തിനും സമ്പത്തിനും വേണ്ടി രവിവർമ്മൻ മനഃപൂർവ്വം ചെയ്ത നരഹത്യയാണെന്ന് കൺമുന്നിലെ സാക്ഷിയായി ഞാൻ ഉറക്ക വിളിച്ചു പറഞ്ഞിട്ടും നിങ്ങളുടെ നിശബ്ദത എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. മതി. നിനക്ക് എന്താ വേണ്ടത്? എന്ത് ചോദിച്ചാലും ഞങ്ങൾ തരാൻ ബാധ്യസ്ഥരാണ്. എന്റെ കുട്ടികളുടെ അച്ഛന് പറ്റിയ ഒരു അബദ്ധം, ആ അബദ്ധത്തിന് നീ ഇടുന്ന വില എന്താ? ഈ ഗായത്രി അമ്മ അത് തരും.
എങ്ങനെയൊക്കെ അഭിനയിച്ചാലും പലപ്പോഴും പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് സ്നേഹത്തിന്റെ മുന്നിലാ. രവി സാറിന്റെ സ്നേഹത്തിന്റെ മുന്നിൽ. സാറിന്റെ സ്നേഹം കാണുമ്പോ പലപ്പോഴും സാറിന്റെ ശ്രീലക്ഷ്മി ഞാനാണെന്ന് ഉറക്കെ വിളിച്ച് പറയണമെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവുമെന്ന് തോന്നുമ്പോ അത് മനസ്സിലാക്കി ഞാൻ മൗനം പാലിക്കാറുണ്ട്. അവസാനം എന്താവുമെന്ന് അറിയാത്തൊരു യാത്രയില്ല ഞാൻ. ആ യാത്ര പകുതി വഴിക്ക് നിർത്തി തിരികെ വരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യം ഞാനും മാഡം അല്ലാതെ വേറെ ആരും അറിയരുത്. എന്റെ അപേക്ഷയാണ്. ശ്രീലക്ഷ്മി മാഡം ധൈര്യമായിട്ടിരിക്കൂ. പറഞ്ഞതത്രയും എനിക്ക് മനസ്സിലായി. മാഡത്തിന് ആവശ്യമുള്ള സമയത്തൊക്കെ ഈ സാന്ദ്ര ഉണ്ടാവും കൂട്ടിന്. അതുവരെ ശ്രീലക്ഷ്മിയും കൺമണിയും ആരാണെന്ന് ആരും അറിയില്ല. ഉറപ്പ്. താങ്ക്സ് മാഡം. താങ്ക്സ് അലോട്ട്. ഞാനും രാജാറാം സാറും ഒക്കെ ഇത് കൺമണിയാണെന്ന് പറഞ്ഞ് സാറിനും ഇപ്പൊ ശ്രീലക്ഷ്മി മാഡത്തോട് വലിയ താല്പര്യമില്ലാത്ത പോലെയാണല്ലോ. ശരിക്കും ശ്രീലക്ഷ്മിയാണെന്ന് സാറിനോട് പറയാനും വയ്യ. ഇതിങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. അപ്പൊ നിനക്ക് തോന്നും അത് മാത്രമാണ് ഗുണമെന്ന്. എന്നാൽ അല്ല. ഡെർമറ്റോളജി സർജറി ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠന റിപ്പോർട്ടിൽ പറയുന്ന പ്രകാരം വൈറ്റമിൻ B3 ഇതിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് രവി. അത് ചർമ്മത്തെ സംരക്ഷിക്കും. മതി, കഴിഞ്ഞ നിന്റെ കപ്പലിന്റെ ക്ലാസ് കഴിഞ്ഞെങ്കിൽ ഒന്ന് പോകാൻ നോക്ക്. ചെല്ല്. കുറച്ച് വേണോ നിനക്ക്? ഒന്നും മിണ്ടാതെ പോരാ ജറാം. ഇത് കഴിക്കാൻ വളരെ എളുപ്പം രവി. ഓ ആയിക്കോട്ടെ. ഇങ്ങനെ കുറച്ചെടുത്ത് ഇരു കൈകളും കൊണ്ട് അതിന്റെ തോടിളക്കി ഒറ്റ ഊത്. കണ്ണ് കണ്ണ് അല്ല ഞാൻ നീ എന്തീ കാണിച്ചത്? ആരെങ്കിലും ഒന്ന് ഊത്. രാജാറാം. ഹലോ മനോഹർജി. ശരി ശരി രാജാറാം. എന്റെ കണ്ണ് തുറക്കാൻ പറ്റില്ല. सेठ जी आप कैसे मैं ठीक हूँ. എന്റെ കണ്ണ് തുറക്കാൻ വയ്യെന്ന്. ക്യാബിനിലില്ലായിരുന്നു. രവിസാറിന്റെ ക്യാബിനിലുണ്ടാന്ന് നോക്കാൻ. ഒരു 2 മിനിറ്റ്. അവിടെ രവി സാറും ശ്രീലക്ഷ്മി മേഡവും തമ്മിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുക. ഓഫീസ് മാറ്റർ അല്ലാത്ത എന്തോ ഒരു കാവ്യം എഴുതാൻ പോവാന്നാ പറഞ്ഞത്. ആണോ? രവിസാറും മാഡവും പുസ്തകം എഴുതുന്നുണ്ടോ?
എന്താ സാർ പുസ്തകത്തിന്റെ പേര്? പേര് കണ്ണിലെ കരടും കപ്പലെടുത്തോളും. മാജിക്കൽ ലവ് സ്റ്റോറിയാ. അതിനിടയ്ക്ക് ഗ്രീഷ്മ ഒരു കരടാവണ്ട. അല്ല, ഗ്രീഷ്മ മാരീഡ് ആണോ? അതെ സർ. പ്രണയ വിവാഹമായിരുന്നല്ലേ? ഈ ഓഫീസ് വർക്കിനിടയിൽ നിങ്ങളോടൊന്നും വ്യക്തിപരമായി സംസാരിക്കാൻ സമയം കിട്ടാറില്ല. അതുകൊണ്ടാ ചോദിച്ചത്. അതെ സർ, പ്രണയവിവാഹമായിരുന്നു. അതാണ്. ഇപ്പൊ എന്റെ കാൽക്കുലേഷൻ എങ്ങനെയുണ്ട്? സമ്മതിച്ചു രാജാറാം സർ. ആ, അവിടെ ഡിസ്കഷൻ കഴിഞ്ഞു കാണില്ലേ? കഴിഞ്ഞു കാണും. കഥയിലെ കരട് നീക്കിയിട്ടുണ്ടെങ്കിൽ ഇനി എഴുതി തുടങ്ങിയാ മതിയല്ലോ. നമുക്ക് നോക്കാം. വരൂ. അത് മോളെ, ഒരു പ്രശ്നമുണ്ട്. അത് പറയാനാ ഞാൻ മോളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞത്. പ്രശ്നോ? എന്താ പ്രശ്നം? ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടാ മോളോട് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് കൃഷ്ണയുടെ കാര്യ. അവൾക്ക് ഈയിടെയായി എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്. ആദ്യം ഞാൻ എന്റെ ഒരു തോന്നലായിട്ട് അതിനെ കണ്ടുള്ളൂ. പക്ഷേ എന്റെ തോന്നലുകൾ ശരിയാണെന്ന് തോന്നി തുടങ്ങിയപ്പോ ഞാൻ കാര്യം തിരക്കി. സംഭവം എന്താന്ന് വ്യക്തമായിട്ട് മനസ്സിലായി. പഴയ കൃഷ്ണയല്ല മോളെ അവളിപ്പോ. അർദ്ധരാത്രി വരെ ഫോണിൽ സംസാരവും സ്വഭാവത്തിനാകെ ഒരു മാറ്റവും. കോളനിയിലെ പലരും പറഞ്ഞറിഞ്ഞു അവളെ ഒരു പയ്യനെയും പലപ്പോഴും പുറത്തു വെച്ച് ഒരുമിച്ച് കണ്ടിട്ടുണ്ടെന്ന്. അതിന് ആന്റി ഇത്ര ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. അതവളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ആയിരിക്കും. അല്ല മോളെ, അന്ന് നീ വിളിച്ചപ്പോ അവളൊരു പ്രോജക്റ്റ് ചെയ്യാൻ പോയിരിക്കുകയാണെന്ന് പറഞ്ഞില്ലേ? അവൾ എന്നോട് കള്ളം പറഞ്ഞിട്ട് ആ പയ്യനോടൊപ്പം പോയതാ. അവൻ ആരാണെന്നോ എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല. ഇത് ബാക്കി എല്ലാവരും അറിഞ്ഞ എന്നെയല്ലേ കുറ്റം പറയും. ഇത്രയും നാളും അച്ഛനില്ലാത്ത ഒരു കുറവും ഞാൻ അവക്ക് വരുത്തിയിട്ടില്ല. അങ്ങനെ ഒരു തോന്നല് പോലും ഉണ്ടാകാതിരിക്കാനായിട്ട് എന്നെ കൊണ്ടാവും പോലെ ഞാൻ എല്ലാം നോക്കി. ഇപ്പോ ഇങ്ങനൊരു പ്രശ്നം അവളായിട്ടുണ്ടാക്കുമ്പോ അതൊരമ്മ എന്ന നിലയിൽ എന്റെ പരാജയമല്ലേ മോളെ? തന്തയില്ലാതെ വളർന്നതിന്റെ ദോഷമൊന്ന് എല്ലാവരും പറയില്ല. അവളോട് എന്തെങ്കിലും ചോദിച്ച് അപ്പ എന്നോട് ദേഷ്യപ്പെടും. അതുകൊണ്ട് മോൾ അവളോടൊന്ന് സംസാരിക്കണം, പറഞ്ഞു മനസ്സിലാക്കണം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവളോടത് മനസ്സിൽ നിന്ന് കളയാൻ പറയണം. അവളെ പ്രസവിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് എല്ലാവരുടെ മുന്നിൽ എന്നെ തലതാഴ്ത്തി നിർത്തരുതെന്ന് പറയണം. അങ്ങനൊരു നാണക്കേടുണ്ടായ പിന്നെ അവൾ അവളുടെ അമ്മയെ ഒരിക്കലും കാണില്ല എന്ന് നീ അവളെ പറഞ്ഞു മനസ്സിലാക്കണം. ആന്റി വിഷമിക്കണ്ട, ഞാൻ സംസാരിച്ചു നോക്കട്ടെ അവളോട്. കാര്യം പോലെ പറഞ്ഞ അവൾക്ക് മനസ്സിലാവും. എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ആന്റി ഇനി ഇതിനെക്കുറിച്ച് അവളോട് സംസാരിക്കാൻ പോവണ്ട. എന്നാ ഞാൻ ഇറങ്ങട്ടെ ആന്റി. ആന്റി ഞാൻ വിളിക്കാം. മോളെ, നീ ഈ കാര്യം ആരോടും പറയണ്ട, സരോജൻ ചേച്ചിയോട് പോലും. ഇല്ല ആന്റി, ആന്റി സമാധാനത്തോടെ ഇരിക്കേ.
നീ എല്ലാം നശിപ്പിച്ചല്ലേ? ഇന്നലെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി ചെക്കപ്പ് നടത്തി രൂപ 10,000 കയ്യിൽ വെച്ച് തന്നിട്ടല്ലേ ഞങ്ങൾ പോയത്. 24 മണിക്കൂർ ആയില്ലല്ലോ. അതിനു മുമ്പേ നിനക്ക് എന്തിന്റെ സൂക്കേടായിരുന്നു? ജോലി സ്ഥലത്ത് വെച്ച് എനിക്കൊരു തളർച്ച തോന്നി. പിന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. കഴിഞ്ഞു, പറഞ്ഞപ്പോ കഴിഞ്ഞു. ഇനി ഇതിന്റെ പിറകെ ബാക്കിയുള്ളവർ ഓടിയാ മുഴുക്കുവോ? ഇതെല്ലാം നിന്റെ അഹങ്കാരത്തിന് കിട്ടിയ തിരിച്ചടിയാ. നിങ്ങൾ കുറച്ച് കാശ് മുടക്കിപ്പോയി, അതിനാണോ ഈ വർത്തമാനമൊക്കെ? കുറച്ചോ? ഇങ്ങനെ ഒരാവശ്യം പറഞ്ഞപ്പോ മുതൽ തുടങ്ങിയതാ ഞങ്ങള് തരാനും നീ വാങ്ങാനും. ഇങ്ങനെ ഒരാവശ്യം ആയതുകൊണ്ട് കണക്കൊന്നും സൂക്ഷിച്ചിട്ടുമില്ല. ഞാനില്ലെങ്കിലും നിങ്ങൾക്ക് വേറൊരാളെ കിട്ടില്ലേ? പിന്നെ കിട്ടും കിട്ടും. വഴിവെക്കല് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണല്ലോ ഇത്. ദേ, പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇനി നീ എന്റെ കൺമുമ്പിലൊന്നും വന്നേക്കരുത്. നമ്മൾ തമ്മിലുള്ള സകല ഇടപാടും ഇതോടെ തീർന്നു, കേട്ടല്ലോ? വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഇട്ടോണ്ട് എന്തായിരുന്നു നിന്റെ ഒരു പത്രാസ്? ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ഞാനും നിങ്ങളോടൊപ്പം അവിടെ വന്ന് താമസിക്കാന്ന്. ആഹ്, ഇനി അതിന്റെ ഒരു കുറവേ ഉള്ളായിരുന്നു. ഇപ്പൊ തന്നെ കൈയും കാലും പറിച്ചിട്ട് പാടില്ല. ഇനി സമയത്ത് ഒരാളെ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണ്ടേ ഈശ്വര? അമ്മ പോയിട്ടൊന്ന് വിളിക്കുപോലും ചെയ്തില്ലല്ലോ. ആ പെണ്ണിന് എന്താ പറ്റിയത്? അതോ ഇനി അവള് പൈസക്കാണോ വിളിച്ചു വരുത്തിയത്? കുഞ്ഞിന് ആദ്യത്തെ 6 മാസം ബ്രസ്റ്റ് ഫീഡിംഗ് അല്ലാതെ എന്തൊക്കെ കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്യായിരുന്നു. അല്ല, അമ്മ പോയിട്ടെന്തായി? എന്താവൻ എല്ലാം പൊളിഞ്ഞു. മുഴുവൻ പ്രശ്നമായി. പ്രശ്നോ? എന്ത് പ്രശ്നം? അവൾക്ക് അബോർഷനായി മോളെ. അവള് തലചുറ്റി വീണെന്ന്, അങ്ങനെ ബ്ലീഡിംഗ് ഉണ്ടായിന്നാ പറഞ്ഞത്. ഇതെന്താമ്മേ പെട്ടിയൊക്കെ ആയിട്ട്? ആരെങ്കിലും എവിടെയെങ്കിലും യാത്ര പോകുന്നുണ്ടോ? പോകുന്നുണ്ട്. രാജലക്ഷ്മിയും രേഖയും ഈ വീട്ടിൽ നിന്ന് പോവുക. അവരായിട്ട് പോകുന്നതല്ല, ഞാനായിട്ട് ഇറക്കി വിടുന്നതാ. എന്തിന്? അതിന് മാത്രം എന്താ ഉണ്ടായത്? ഏയ്, എന്താ കുട്ടി? അവളായിട്ട് ഉത്തരം പറയില്ല രവി, ഞാൻ പറയാം. ഗർഭിണി അല്ലാതിരുന്നിട്ടും ഗർഭിണിയാണെന്ന് പറഞ്ഞ് എല്ലാവരെയും കബളിപ്പിച്ചു. എന്നെയും നിന്നെയും ശ്രീലക്ഷ്മിയും എന്തിന് രഘുവിനെ വരെ അവൾ ഇത്രയും നാൾ പറ്റിക്കുകയായിരുന്നു, അതും സ്വത്തിനു വേണ്ടി. നിങ്ങൾക്കിതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? പക്ഷേ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഈ 2 പേരോടും ഇറങ്ങിപ്പോകാൻ പറഞ്ഞുകൊണ്ടായിരിക്കണം. എന്താ കുട്ടി ഞാൻ ഈ കേൾക്കുന്നത്? ഇങ്ങനൊരു ചതി ഞങ്ങളോട് ചെയ്യാൻ എങ്ങനെയാ തോന്നിയത്? ബ്രദറിൻലോ, അബദ്ധമൊന്നും പറയുന്നില്ല. ചെയ്തത് തെറ്റ് തന്നെയാണ്. അതെനിക്ക് പൂർണ്ണമായി ബോധ്യമാവുകയും ചെയ്തു. മദറിൻലോ ഒരു കുഞ്ഞിനെ കുറിച്ച് അതിയായ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോ, ഒരു കുഞ്ഞ് ഈ വീട്ടിലേക്ക് വന്ന ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം തീരുമെന്ന് പറഞ്ഞപ്പോ വേറെ വഴിയൊന്നും കണ്ടില്ല. ജ്യോത്സ്യനും അത് തന്നെയാ പറഞ്ഞത്.
അതിനെല്ലാം അപ്പുറം ഈ വീട്ടിലെ 2 മരുമക്കളായ ഞാനും ശ്രീലക്ഷ്മിയും പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. പല തെറ്റും എന്റെ ഭാഗത്തായിരുന്നു. അതുകൊണ്ട് തന്നെ മദൻ ലോയ്ക്ക് എന്നെക്കാൾ ഇഷ്ടം ശ്രീലക്ഷ്മിയാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ശ്രീലക്ഷ്മി ഗർഭിണിയും ഞാൻ ഇതുവരെ ഗർഭം ധരിച്ചില്ലെന്ന് എല്ലാവരും അറിയുമ്പോ എല്ലാവരും കൂടുതലായി ശ്രീലക്ഷ്മിയെ സ്നേഹിക്കുമെന്ന്